ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഡേ 2 രാവിലെ 3 മണിക്ക് അലാറം വെച്ചൊരു 3:00 എഴുന്നേറ്റ് ഫ്രഷായി സൂര്യനെല്ലി പോവാണ്. അത് കുളുക്കുമല പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ സൂര്യനെല്ലെത്തി ജീപ്പിനെ വെയിറ്റ് ചെയ്യായിരുന്നു. ജീപ്പിനെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം അവിടെ ഇരുന്ന് അങ്ങനെ ജീപ്പ് വന്ന് നമ്മൾ കുളുക്കുമലയ്ക്ക് പോകുന്നു. അത് ഓഫ് റോഡാണ്. ഓഫ് റോഡിൽ ഫോണൊക്കെ വീഡിയോ എടുക്കുമ്പോഴേക്കും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ചു പോകുമായിരുന്നു നമ്മൾ ഇരിക്കുന്നിടത്തുനിന്നൊക്കെ. അങ്ങനെ അതിനുശേഷം നമ്മൾ കുളുക്കുമലയിലെത്തിയിട്ട് കുളുക്കുമലയിൽ നിന്ന് നമ്മൾ സൂര്യോദയം വരാൻ വേണ്ടിയിട്ട് നമ്മളൊരു 6 മണിക്ക് 6:15 അവിടെ ഒരു അരമണിക്കൂറോളം നിന്നിട്ടാണ് സൂര്യോദയ ഇങ്ങനെ കുറേശ്ശെ പൊന്തി വന്ന് അങ്ങനെ സൺറൈസ് കണ്ടത്. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഏകദേശം 200 ജീപ്പോളം മുകളിലേക്ക് വരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോട്ടലി. അപ്പോൾ ഏകദേശം ഒരു 3000-ഓളം ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടാകും. ഒരു ജീപ്പിൽ നമ്മൾ 6 ആൾക്കാരാണ് പോകുന്നത്. 6 ആൾക്കാരിൽ ടോട്ടലി ഒരു ജീപ്പിന് അവർ വാങ്ങുന്നത് 3000 ആണെങ്കിലും തലേ ദിവസം കുറേ ബുക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ 4500 4000 ഒക്കെ പറഞ്ഞിരുന്നു. അവസാനം അവർ ബുക്ക് ചെയ്ത് അത് ക്യാൻസൽ ചെയ്ത് 500 റീഫണ്ട് ചെയ്ത് വേറൊരാൾ ചെങ്ങനെ ബുക്ക് ചെയ്തിട്ടാണ് 2400-നാണ് പോയത്. പിന്നെ അതിന് ശേഷം നമ്മൾ ഒരു സിപ്പ് ലൈനിൽ പോയി. സിപ്പ് ലൈനിൽ ജീപ്പിൽ വന്നുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞത് 500 എന്ന് പറഞ്ഞു. 500 എന്ന് ഉദ്ദേശിച്ചത് ഒരു കപ്പിളുണ്ടായിരുന്നു എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ പറഞ്ഞു പിന്നെ ഇറങ്ങിച്ചെന്ന് എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് പറഞ്ഞത് ഒരാൾക്കാണ് 500 എന്ന് പറഞ്ഞാൽ അന്ന് ഏതായാലും പോയതല്ലേ പോയേക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സിപ്പ് ലൈനിൽ പോയി. ഇപ്പോൾ ശരിക്കും -ഡിഗ്രിയാണ് 0 ഡിഗ്രിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിരുന്നത്. പക്ഷേ നല്ല വെയിലായിരുന്നു, രാത്രി തണുപ്പുണ്ട്. അങ്ങനെ സിപ്പ് ലൈനിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ ഹോട്ടലിൽ വന്നിട്ട് നമ്മളൊരു ഫ്രൂട്ട്സും ബ്രെഡും കഴിച്ച് അങ്ങനെ നേരെ റൂമിലേക്ക് പോകുന്നു. റൂമിൽ നിന്ന് നേരെ അത് റൂമിൻ്റെ വ്യൂ ആയിരുന്നു. റൂമിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ അങ്ങനെ റൂമിൽ വെക്കേറ്റ് ചെയ്യാൻ പോവാണ്. പുറത്തേക്കുള്ള വ്യൂ ഇവിടുന്ന് ഇങ്ങനെയാണ്. അതായത് പിന്നെ ഇവിടുന്ന് പണിയെടുക്കുന്നതിൻ്റെ സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ വ്യൂ ഒക്കെ കൊള്ളായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ പോയത് കുണ്ടല ഡാമിലേക്കാണ് പോയത്. കുണ്ടല ഡാമിൽ വന്ന് നോക്കുമ്പോൾ അവിടെ കുറേ ആൾക്കാർ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നു. സ്ഥലം തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ കുറേ ആൾക്കാർ സർവർക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിച്ചു. ഒരു വഴിയോര ബിരിയാണി കഴിച്ച് നേരെ നമ്മൾ പാമ്പാട് സോലയിലൂടെ നേരെ ടോപ്പ് സ്റ്റേഷൻ ഇറങ്ങാതെ നേരെ വട്ടവടയിലേക്കാണ് പോയത്. അതായത് പാമ്പാട് സോല നാഷണൽ ദേശീയോദ്യാനം വഴിയാണ് നമ്മൾ പോയത്. വട്ടവടയിൽ നിന്ന് സ്ട്രോബെറി ഫാം വിസിറ്റ് ചെയ്യാമെന്നായിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത്. അങ്ങനെ നമ്മൾ വട്ടവട എത്തിയപ്പോൾ വട്ടവടയിൽ നിന്ന് വഴി ഒരു സ്ട്രോബെറി ഫാം വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ സ്ട്രോബെറി ഫാമിൽ പോയി അവിടെ നിന്ന് ഒരു സ്ട്രോബെറിയൊക്കെ പറിച്ച് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. 2 ഐറ്റം ഉണ്ട്. സ്ട്രോബെറി 2-3 എണ്ണം വേറെ കുറച്ച് സ്ട്രോബെറി തന്നെ അവിടെ നിന്ന് കഴിച്ചു. അങ്ങനെ അവിടെ നിന്ന് നമ്മളൊരു 150 രൂപയുടെ സ്ട്രോബെറി 300 രൂപയുടെ സ്ട്രോബെറി വാങ്ങിച്ച് നമ്മൾ റിട്ടേൺ അടിച്ച് ടോപ്പ് സ്റ്റേഷനിൽ ഇറങ്ങി. പക്ഷേ അവിടെ ടോപ്പ് സ്റ്റേഷൻ പണ്ടത്തെ പോലെയല്ല. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ കൊണ്ടുപോയി നേരെ ടോപ്പ് സ്റ്റേഷനിൽ വേഗം തന്നെ പോകുന്നു. ഒരു വഴിയിൽ ഒരു ബലൂൺ ഗണ്ണെടുത്ത് 2-3 എല്ലാവരും ഓരോ ഷോട്ട് അടിച്ച് പിന്നെ നമ്മൾ നേരെ റിപ്പിൾ ടീൻ്റെ അവിടെ വന്ന് ഐസ്ക്രീം കഴിച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു.